ഒത്താശ ലഭിക്കുമെന്ന് കരുതി തങ്ങൾ വന്നപ്പോ പകരം കിട്ടിയത് കൂക്കുവിളിയും കല്ലേറുമാണ്. പക്ഷേ ആ അതരങ്ങളിൽ നിന്ന് വന്ന പ്രാർത്ഥന അല്ലാഹുമ്മഗ്ഫിർ ലഹും അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. മാപ്പ് നൽകണേ അല്ലാഹ്, അറിവില്ലാത്ത സമൂഹമാണ്, പുറത്തു കൊടുക്കണം. നേർക്ക് നേരെ തങ്ങളൊരു വാക്ക് നഅം എന്നൊരു മൂന്നക്ഷരം പറഞ്ഞാൽ മതി. രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾ ഒന്ന് പൊക്കിയെടുത്താൽ ഇന്ന് ചരിത്രത്തിൽ ത്വായിഫ് എന്ന നാടുണ്ടാവുകയില്ല. സദൂം എന്ന് പറയുന്ന ഏറ്റവും നല്ല സുന്ദരമായ നാടിന്ന് ഭൂമി ലോകത്ത് കാണാനില്ല. സദൂമിനോട് ചേർന്ന് നിൽക്കുന്ന 5 നഗരങ്ങൾ ഫലഭൂയിഷ്ടമായ ഭൂമികയായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു മറിച്ചിട്ടില്ലേ? സഹോദരങ്ങളെ, അതിനേക്കാളും അല്ലാഹു സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അല്ലാഹുവിന്റെ അടിമയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് പർവ്വതങ്ങളെ ചുമതലയുള്ള മലക്കിനെ അയച്ചു കൊടുത്തിട്ട് പോലും തങ്ങളുടെ മറുപടി വേണ്ട. ആ ത്വായിഫിൽ നിന്ന് വളരെ വൈകിയാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു മെമ്പർ വന്നത്. പിറ്റത്തെ കൊല്ലമോ ഒന്നും ത്വായിഫിൽ നിന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. ആദ്യമായി ത്വായിഫിൽ നിന്നൊരു മുസ്ലിം വരുന്നത് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ത്വായിഫിലെ ആദ്യത്തെ മുസ്ലിമാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നു, വിശ്വസിച്ചു. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഉർവാ, നിന്റെ നാട്ടുകാര് വല്ലാത്ത നാട്ടുകാരാണ്. 18 ദിവസം ഞാനും എന്റെ സ്വഹാബത്തും അവരെ ഉപരോധിച്ചിട്ട് ഒരൊറ്റ കുട്ടിയും ഇറങ്ങി വന്നിട്ടില്ല. ഒരാളും വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അവരെ നല്ലോണം ശ്രദ്ധിക്കണം. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അനാ അഹബ്ബു ഇലൈഹിം മിൻ അബ്കാരിഹിം. അവരുടെ കുടുംബത്തിലെ കന്യക സ്ത്രീകളെക്കാളും ഞാൻ അവർക്ക് പ്രിയപ്പെട്ട ആളാണ്. എന്തെങ്കിലും ഒരു വിഷയം എന്നോട് തീരുമാനിക്കാതെ അവരാരും നടത്തുകയില്ല. അവരെ കുടുംബത്തിലെ ഒരു കാര്യം നടക്കണമെങ്കിൽ എന്നോട് വന്ന് അന്വേഷിക്കും. അത്രയും പ്രിയങ്കരനാണ് ഞാൻ. എങ്കിലും നിങ്ങൾ പോയിക്കോളൂ, അവരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നാട്ടിലെത്തിയിട്ട് അന്നത്തെ ദിവസം തന്റെ വീടിന്റെ മുകളിൽ കയറിയിട്ട് സുബ്ഹിന്റെ വാങ്ക് വിളിക്കുമ്പോ ഇതേ ത്വായിഫുകാര് അമ്പെയ്ത്ത് നടത്തിയിട്ട് കൊന്നുകളഞ്ഞു. വാങ്ക് പൂർത്തിയാക്കാൻ പോലും അവര് സമ്മതിച്ചില്ല. അത്രയും എതിർപ്പുള്ള കൂട്ടരാണ് സഹോദരങ്ങളെ ത്വായിഫിൽ അന്നുണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മാപ്പ് നൽകിയതിന്റെ പിന്നാമ്പുറത്താണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു മെമ്പറായി കിട്ടിയത്. അതാണ് തങ്ങൾ ആഗ്രഹിച്ചത്. വർഷങ്ങളോളം കാത്തിരുന്നിട്ട് തങ്ങൾക്ക് കിട്ടിയൊരു ആഗ്രഹം, സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ കുടുംബക്കാർക്ക് തങ്ങൾ വലിയ പരിഗണന കൊടുത്തു. ഒന്നും അവരെ ചെയ്തില്ല. സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങള്, സഹോദരിമാര്, സ്വന്തം രക്തത്തിന്റെ ഭാഗമായ ജേഷ്ഠാനുജന്മാര്, അതുപോലെ തന്നെ പെങ്ങന്മാര്, അവരുടെയും ഇവരുടെയും ബന്ധത്തിലുള്ള മക്കൾ, നമ്മൾ തമ്മിൽ വലിയ ബന്ധം വേണം. വിട്ടുവീഴ്ച ചെയ്യാൻ സഹോദരങ്ങൾക്ക് വലിയ കഴിവ് വേണം. സ്വാഭാവികമായും എല്ലാവരുടെയും സ്വഭാവവും നിറവും രൂപവും ഒരുപോലെ ആയിരിക്കില്ല. എന്നാലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ, സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. ആ ഉള്ളിലിരിക്കുന്ന സ്നേഹമില്ലേ, അത് വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കുടുംബക്കാരിൽ നിന്ന് വിഷമതകൾ അനുഭവിച്ചതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ പകരം തീർക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ഒരു പ്രാർത്ഥന പോലും നിർവഹിച്ചില്ല. തിരുപാദങ്ങളിൽ നിന്ന് രക്തം മുറ്റി വീണ്